ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ എത്തിയത്. ഇത് കഴിഞ്ഞ് പിന്നെ പുള്ളി ഫയർഫോഴ്സ് വന്നു. പുള്ളിയെ രക്ഷിക്കാൻ വേണ്ടി എടുത്തിട്ട് പെണ്ണിനെ എടുത്തുകൊണ്ട് ഈ വടത്തിലൂടെ മേളിലോട്ട് വരുന്ന സമയത്താണ് ഈ പാലത്തിൻ്റെ സൈഡും ഈ ബ്രിഡ്ജ് ഇടിഞ്ഞ് പുള്ളിയുടെ ദേഹത്തേക്ക്. ശിവകൃഷ്ണൻ ഇതിൻ്റെ സൈഡിൽ വന്ന് നിൽക്കായിരുന്നു. അതുകൊണ്ടാണല്ലോ അവിടെ ഉണ്ടായത്. അത് ഈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ, ഈ രണ്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ളിലേക്ക് മറിയും വെയിറ്റ് താഴോട്ട് വരുമ്പോൾ. അപ്പോൾ ഈ ബ്രിഡ്ജും സാധനങ്ങളും ഈ കോൺക്രീറ്റിൻ്റെ സൈഡ് ഇതെല്ലാം കൂടെ പുള്ളിയുടെ തലയിൽ വീണാണ് ഫയർഫോഴ്സിൽ ഉദ്യോഗസ്ഥൻ മരിക്കുന്നത്. ഈ കിണറിന് പഴക്കമുണ്ട്. പിന്നെ 10-35 വർഷത്തെ പഴക്കം കാണും. ഭയങ്കര പ്രശ്നമാണ്. ഈ പ്രദേശത്തെ ഏറ്റവും ഉയരമുള്ള താഴെയുള്ള കിണറില്ലേ ഇത്. എൻ്റെ കുഞ്ഞുകാലത്ത് എനിക്കൊരു 56 വയസ്സ് 58 വയസ്സാണ്. അതൊരു എങ്ങനെ ഒരു 35-40 വർഷത്തെ പഴക്കം കാണും കാരണം. ജിൽസി അതാണ് പറയുന്നത്. അതായത് കിണർ നല്ല താഴ്ചയുണ്ട്, വളരെ, അതായത് ഏകദേശം 80 അടിയിലധികം താഴ്ചയാണ് ഈ കിണറിന് ഉള്ളത്. അത് നമുക്ക് ഇങ്ങനെ കാണും. അതിൻ്റെ ഒരു അടിഭാഗം നമുക്ക് മുകളിൽ നിന്നാൽ കാണാൻ കഴിയില്ല, അത്രത്തോളം താഴ്ചയാണുള്ളത്. ഒരു പക്ഷേ ആ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായും ചെയ്യുന്നുണ്ട്. അത്രത്തോളം ആഴമേറിയതാണ്. അത് തന്നെയാണ് ഈ അപകടത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗം കൃത്യമായി കാണാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ അയൽക്കാരായിട്ടുള്ള ഒത്തിരി ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ടാണ് ആദ്യം ഇവിടേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ ആയിട്ടുള്ള ചേച്ചി, ഇവർ ഒത്തിരി നാളായോ ഇവിടെ വന്നിട്ട് ഒരു 3 വർഷമായി താമസം തുടങ്ങിയിട്ട്. ഇപ്പോഴാ പുതിയ വീടൊക്കെ വെച്ച് ഇതിനകത്ത് താമസം തുടങ്ങിയിട്ട് 3 മാസമായതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് 3 വർഷമായി. പിന്നെ ബൈക്കിൽ ഷെഡ് വെച്ച സ്റ്റാർട്ടിങ്, പിന്നെ അവിടെ നിന്ന് ഇത്രയും വീടുണ്ടാക്കി. അന്ന് ഈ കൊച്ചുങ്ങളുടെ അച്ഛനാന്നും പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു കൂടെ. അയാളൊരു 6 മാസം മുൻപേ പിണങ്ങിപ്പോയതാന്ന് പറയുന്നു. കറക്റ്റ് നമുക്ക് അറിഞ്ഞൂടാ. ഇവർ തങ്ങളിൽ പ്രശ്നങ്ങളോ ഇപ്പം നമ്മൾ രാത്രി കാലങ്ങളിലുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ലല്ലോ. നമ്മൾ നേരമ്പളത്തെ ജോലിക്ക് പോയിട്ട് രാത്രി വരുന്നു, അങ്ങനെ സഹകരണമൊന്നുമില്ല. പിന്നെ ഇതിലെ ഞങ്ങളുടെ പിടിച്ചൊരു അപ്പുറത്താണ്. ഞങ്ങൾ നടന്നു പോകുമ്പം കാണിയടിക്കുകയോ ചെയ്യും. അന്നേരം നമ്മളെ കാണുമെന്ന് ഒന്നിച്ചിരിക്കും. 3 മക്കളുണ്ട്. മൂത്ത കൊച്ചിന് 14 വയസ്സ്, ഇളയതിനൊരു 9 വയസ്സിൽ കൂടുതൽ കാണത്തില്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പം നിൽപ്പുണ്ടായിരുന്നല്ല ഇളയ ഒരു വെളുത്ത ഒരു ഉണ്ട കൊച്ച ഇളയത്. അങ്ങനെ 3 മക്കളുണ്ട്. പിന്നെ ഭയങ്കരം എന്ന് പറഞ്ഞാൽ അർച്ചനയുടെ മരണത്തേക്കായി ഞങ്ങൾക്ക് ദുഃഖമായി പോയത് ആ ഉദ്യോഗസ്ഥൻ്റെ മരണമാണ്. എന്നുവെച്ചാൽ അയാൾ ഡ്യൂട്ടിക്കിടയിൽ സംഭവിച്ചു പോയില്ലയോ. ഉണ്ട്. എനിക്ക് ജോലിക്ക് പോകേണ്ടതാണ്, ഞാൻ പോയില്ല. നേരം ശകലമോ ഉറങ്ങിയില്ല. ഞങ്ങൾ ഒറ്റപ്പോളെയും കണ്ണടച്ചില്ല. ജിൽസി, വളരെ വേദനിപ്പിക്കുന്ന അത് തന്നെയാണ് അർച്ചനയും കാര്യം. ഇവരിവിടെ താമസിക്കുന്നു. അർച്ചന ഈ ഭർത്താവുമായിട്ടൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഇവിടെ വന്ന് ഇപ്പോൾ താമസിച്ചിരിക്കുന്നത്. 3 മക്കളുണ്ട്. ഇപ്പോൾ ഈ ശിവകൃഷ്ണൻ എന്ന് പറയുന്ന ആളോടൊപ്പമായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. അത് കുറച്ചൊരു 6 മാസമൊക്കെ മാത്രമാണ് അതിനൊരു പഴക്കം വരുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്.